സ്ഥിരീകരിച്ച ഇന്ത്യയും പാകിസ്ഥാനും ഇന്ന് വൈകിട്ട് 5 മണി മുതൽ കര, വ്യോമ, നാവികസേന നടപടികളെല്ലാം നിർത്തിവെക്കാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായി. 4 ദിവസത്തെ ആക്രമണത്തിനൊടുവിലാണ് വെടിനിർത്തലിന് ധാരണയായത്. 48 മണിക്കൂർ നീണ്ട ചർച്ചകൾക്കു പിന്നാലെയാണ് വെടിനിർത്തലിന് തയ്യാറായത്. തുടർ ചർച്ചകൾ അടുത്ത തിങ്കളാഴ്ച നടക്കും. വിവരങ്ങളുമായി പ്രസാദ് കാളിദാസൻ ചേരുന്നുണ്ട്. കാളിദാസൻ, ഇപ്പോൾ നയങ്ങളും വ്യക്തമാക്കുന്നുണ്ട്. ഇന്ത്യ ഭീകരതയ്ക്കെതിരെയുള്ള നിലപാട് തുടരും, അതുപോലെ തന്നെ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത് തുടരുമടക്കമുള്ള നയങ്ങളാണ് ഇന്ത്യ വ്യക്തമാക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ. അതിന് തീർച്ചയായും നിരവധി തീരുമാനങ്ങൾ ഈ ഒരു പഹൽഗാം ആക്രമണത്തിന് ശേഷം തന്നെ കടുത്ത തീരുമാനങ്ങൾ തന്നെയാണ് പാകിസ്ഥാനെതിരെ ഇന്ത്യ സ്വീകരിച്ചിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനമാണ് സിന്ധു നദീജല കരാർ മരവിപ്പിച്ച നടപടി എന്ന് പറയുന്നത്. ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇരു രാജ്യങ്ങളും വെടിനിർത്തലിന് ധാരണയായിരിക്കുന്നു. ഇന്ന് 5 മണിയോടുകൂടിയാണ് ആ ഒരു വെടിനിർത്തൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതായി അറിയിച്ചിരുന്നത്. 6 മണിയോടുകൂടിയാണ് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നത്. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ആയിരുന്നു ഇത്തരത്തിൽ ഒരു പ്രസ്താവന, അല്ലെങ്കിൽ ആ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹമാണ് ഇതിന് കൃത്യമായ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം നൽകിയത്. അതിനു മുൻപേ തന്നെ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ചില സ്ഥിരീകരണങ്ങളൊക്കെ ലഭിച്ചിരുന്നു. ഇത്തരത്തിൽ അല്ലെങ്കിൽ ഈ ഒരു വെടിനിർത്തൽ ധാരണയായതായി ഇരു രാജ്യങ്ങളും സമ്മതിച്ചതായി ആദ്യം ഇത്തരത്തിലൊരു വാർത്ത പുറത്തുവിട്ടത്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ലോകത്തിന് അറിഞ്ഞത് US പ്രസിഡന്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് തൻ്റെ സമൂഹ മാധ്യമത്തിലൂടെ നടത്തിയ ഒരു പ്രസ്താവനയിലൂടെയാണ്, അല്ലെങ്കിൽ സമൂഹ മാധ്യമത്തിൽ അദ്ദേഹം പോസ്റ്റ് ചെയ്തിരുന്നതിലൂടെയാണ് ഇത്തരത്തിൽ ഇരു രാജ്യങ്ങളും വെടിനിർത്തൽ ധാരണയായതായി ചില സൂചനകളൊക്കെ വരുന്നതായി നമുക്കും തിരിച്ചറിയാൻ സാധിച്ചത്. എന്നാൽ അതിലൊരു വ്യക്തത ആ സമയത്ത് ഈ ഒരു സമൂഹ മാധ്യമത്തിലെ പോസ്റ്റിൽ നിന്നും നമുക്ക് കൃത്യമായ ഒരു വ്യക്തത ലഭിച്ചിരുന്നില്ല. കാരണം ഇരു രാജ്യങ്ങളും ഒരു സ്ഥിരീകരണം ഈ ഒരു സംഭവത്തിൽ നടത്തിയിരുന്നില്ല. പിന്നാലെയാണ് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും പാകിസ്ഥാൻ്റെ ഉപപ്രധാനമന്ത്രി തന്നെ സ്ഥിരീകരണവുമായി രംഗത്ത് വരുന്നത്. അതിന് പിന്നാലെ തന്നെ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഒരു സ്ഥിരീകരണം വന്നു. കൃത്യമായ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം നമുക്ക് ലഭിച്ചത് വിക്രം മിശ്രയുടെ വാർത്താ സമ്മേളനത്തിന് ശേഷമാണ്. 5 മണിയോടുകൂടി ഈ ഒരു വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു. കര, വ്യോമ, നാവിക സേനയുടെ ഭാഗത്തു നിന്നും ഇനി ഒരു നീക്കങ്ങളും തുടർ നടപടികളും താൽക്കാലികമായി ഉണ്ടാവില്ല. കൃത്യമായി പറഞ്ഞാൽ ഒരു താൽക്കാലിക വിരാമം തന്നെ ഈ ഒരു യുദ്ധത്തിനുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനിയുള്ള ചർച്ച 12-ാം തീയതി ഉണ്ടാവും. ഇതിനെ തുടർന്നുള്ള ചർച്ച തിങ്കളാഴ്ചയാണ് ഉണ്ടാവുക. ഈ ഒരു ചർച്ച കൃത്യമായി പറഞ്ഞാൽ ഈ ഒരു ചർച്ചയ്ക്കായിട്ടുള്ള ആദ്യം നീക്കം ഉണ്ടായത് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നാണ്. പാകിസ്ഥാൻ്റെ DGMO ഇന്ത്യയെ സമീപിക്കുകയായിരുന്നു, അല്ലെങ്കിൽ ഇന്ത്യയെ ബന്ധപ്പെടുകയായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം 3:35 ഇന്ത്യയെ ബന്ധപ്പെട്ടത് എന്നാണ് വാർത്താ സമ്മേളനത്തിൽ വിക്രം മിശ്രി വ്യക്തമാക്കിയത്. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഒരു നീക്കം, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു വെടിനിർത്തൽ പ്രഖ്യാപിക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് ഇന്ത്യ അടക്കം കടന്നത്. അതിൽ നിന്നും തന്നെ കൃത്യമായി വ്യക്തമാണ് പാകിസ്ഥാന് ഏറ്റ പ്രഹരം എന്ന് പറയുന്നത് അത്രത്തോളം കനത്തതാണ് എന്നുള്ളത്. അതുമാത്രമല്ല, ഇന്ത്യയുടെ ഭാഗത്തു നിന്നും, അല്ലെങ്കിൽ ഇന്ത്യ കനത്ത പ്രഹരം ഏൽപ്പിച്ചതുപോലെ തന്നെ ആഭ്യന്തരപരമായി പാകിസ്ഥാന് വലിയ തിരിച്ചടികൾ ഈ ഒരു സംഭവത്തിന് ശേഷം നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അല്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം പാകിസ്ഥാനും ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള പ്രഹരം കൂടാതെ തന്നെ ആഭ്യന്തരപരമായി നിലവിലുള്ള ബലൂച്ച് ആർമിയുടെ ഭാഗത്തു നിന്നുമൊക്കെ കനത്ത പ്രഹരം ഏറ്റിരുന്നു. നേരത്തെ ബലൂച്ച് ആർമിക്ക് വലിയ രീതിയിലുള്ളൊരു മുൻതൂക്കമൊന്നും പാകിസ്ഥാനിൽ നടത്താൻ സാധിച്ചിരുന്നില്ലെങ്കിലും ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള പ്രഹരം ശക്തമായതോടുകൂടി ഇത് തന്നെയാണ് അവസരം എന്നുള്ളത് മുന്നിൽ കണ്ടുകൊണ്ട് ബലൂച്ച് ആർമിയും തങ്ങളുടെ നീക്കങ്ങൾ ശക്തമാക്കുകയായിരുന്നു. പിന്നീട് ഈ ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാൻ എത്തരത്തിൽ തീരുമാനം വേണമെന്ന് ആലോചിക്കുന്ന ഒരു സമയത്ത് തന്നെ പാകിസ്ഥാൻ്റെ ക്വറ്റ പ്രദേശമെല്ലാം ബലൂച്ച് ആർമി പിടിച്ചടക്കിയതായൊക്കെ നമുക്ക് വിവരങ്ങളും ലഭിച്ചിരുന്നു. പിന്നീട് 39ഓളം പ്രദേശങ്ങൾ, പാകിസ്ഥാനിലെ 39ഓളം പ്രദേശങ്ങൾ ആക്രമണത്തിന് ഇരയാക്കിയതായി ബലൂച്ച് ആർമിയും സ്ഥിരീകരിച്ചിരുന്നു. എന്തായാലും നിലവിലെ ഈ സാഹചര്യങ്ങളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് പാകിസ്ഥാനും ഇത്തരത്തിലൊരു സമവായ നീക്കത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു അനുനയ ശ്രമത്തിലേക്ക് കടന്നിരിക്കുന്നത്. പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നാണ് കൃത്യമായൊരു അനുനയ നീക്കം ഉണ്ടായിരിക്കുന്നത്. പിന്നീടാണ് ഇന്ത്യയും അതിനോട് അനുകൂലമായൊരു പ്രതികരണം നൽകിയത്. വെടിനിർത്തൽ കരാറിന് ധാരണയായത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഏറ്റവും ആദ്യം ഇത്തരത്തിലൊരു വാർത്ത പുറത്തു വന്നത് ഡൊണാൾഡ് ട്രംപിൻ്റെ സമൂഹ മാധ്യമ പോസ്റ്റിലൂടെയായിരുന്നു. ഇരു രാജ്യങ്ങളും വെടിനിർത്തൽ ധാരണയായതായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വെടിനിർത്തൽ ധാരണ ആയി എന്നുള്ള തരത്തിലാണ് ഡൊണാൾഡ് ട്രംപ് പങ്കുവെച്ചത്. മാത്രമല്ല, 2 രാജ്യങ്ങളും സന്തോഷമുള്ളൊരു കാര്യമാണ്, 2 രാജ്യങ്ങൾക്കും ആശംസ അറിയിക്കുന്നു എന്നുള്ളതാണ് ഡൊണാൾഡ് ട്രംപ് അടക്കം പറഞ്ഞിരുന്നത്. എന്നാൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും, അല്ലെങ്കിൽ ഇന്ത്യ സ്ഥിരീകരിച്ചത് ഈ ഒരു ചർച്ചയിൽ
ചർച്ചയിൽ അല്ലെങ്കിൽ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ നടന്ന ഈ ഒരു വെടിനിർത്തൽ ചർച്ചയിൽ ഒരു മൂന്നാം കക്ഷി ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഇന്ത്യ സ്ഥിരീകരിച്ചത്. അതിൽ നിന്നും നമുക്ക് എത്രത്തോളം ഈ ഒരു വാക്കുകളെ അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ വാക്കുകളെ എത്രത്തോളം വിശ്വസനീയമാക്കാം എന്നുള്ളൊരു ചോദ്യമൊക്കെ വരുന്നുണ്ട്. കാരണം എത്തരത്തിലാണ് ഈ ഒരു സാഹചര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഇത്തരത്തിൽ നടക്കുന്ന പശ്ചാത്തലമൊക്കെ ഡൊണാൾഡ് ട്രംപിന് വ്യക്തമായത് അല്ലെങ്കിൽ വെടിനിർത്തൽ ധാരണയിലേക്ക് പോകുന്നു എന്നുള്ളതൊക്കെ വ്യക്തമായത് എന്നുള്ളത്. അതോടൊപ്പം തന്നെ അതിന് കൃത്യമായൊരു വിശദീകരണവും അതിനെ സംബന്ധിച്ചുള്ള ചില നീക്കങ്ങൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം മണിക്കൂറുകൾക്ക് മുമ്പേ തന്നെ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വിദേശകാര്യമന്ത്രി S ജയശങ്കറിനെ വിളിച്ച് സംസാരിക്കുന്ന ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിനെ സംബന്ധിച്ചുള്ള നീക്കങ്ങളൊക്കെ തന്നെ ആയിരിക്കാം അദ്ദേഹവുമായും സംസാരിച്ചത് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ശേഷം എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതിനുശേഷം സൈന്യത്തിൻ്റെ സംയുക്ത വാർത്താ സമ്മേളനവും കൂടിയുണ്ടായിരുന്നു. സോഫിയ ഖുറേഷി അടക്കമുള്ള കേണൽ സോഫിയ ഖുറേഷി അടക്കമുള്ള സേനയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ സംയുക്തമായി നടത്തിയ ഒരു വാർത്താ സമ്മേളനമായിരുന്നു. അതിൽ കൃത്യമായ ചില സ്ഥിരീകരണങ്ങൾ വീണ്ടും എടുത്ത് സൂചിപ്പിച്ചിരിക്കുന്നു. കാരണം പാക് സൈന്യം നുണ പ്രചരിപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും എടുത്ത് സൂചിപ്പിക്കുന്നത്. മാത്രമല്ല നമ്മുടെ മർമ്മപ്രധാനമായ ചില മിസൈലുകൾ, പ്രധാനമായും S-400 ഒപ്പം തന്നെ ബ്രഹ്മോസ് മിസൈൽ, ഈ മിസൈലുകളൊക്കെ തകർത്തു എന്നുള്ള തരത്തിലാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ചില വാദങ്ങൾ ഉയർന്നിരുന്നത്. എന്നാൽ അതൊക്കെ പച്ചക്കള്ളമാണ് എന്നുള്ളതാണ് സൈന്യമടക്കം ഇപ്പോൾ ലോകത്തോട് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു ബ്രഹ്മോസ് മിസൈൽ ഇനിയൊരു അംഗത്തിനും ബാല്യമുണ്ട് എന്നുള്ള തരത്തിൽ തന്നെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ബ്രഹ്മോസ് മിസൈൽ എങ്ങും പോയിട്ടില്ല, നമ്മുടെ പക്കൽ തന്നെ സുരക്ഷിതമായിട്ടുണ്ട് എന്നുള്ളതാണ് സൈന്യമടക്കം വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് പാകിസ്ഥാന് വീണ്ടും അതൊരു പരോക്ഷ മുന്നറിയിപ്പ് തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇനിയൊരു യുദ്ധത്തിലേക്ക് തിരിഞ്ഞാൽ ബ്രഹ്മോസ് തന്നെ മറുപടി പറയും, S-400 തന്നെ അതിന് മറുപടി പറയും എന്നുള്ളതാണ് സൈന്യം ആ ഒരു വാർത്താ സമ്മേളനത്തിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇനിയൊരു പ്രകോപനമൊന്നും പാക് സൈന്യത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകില്ല എന്നുള്ളത് തന്നെ കരുതാം. പക്ഷേ പാക് സൈന്യത്തെക്കാൾ ഉപരി ഭീകരവാദികൾ ഇതിനെ എത്തരത്തിലാണ് മുന്നിൽ കാണുക എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. കാരണം ഈ ഒരു സാഹചര്യം ഭീകരവാദികൾ മുതലെടുക്കുമോ, അത് മുതലെടുത്ത് ഒരു ആക്രമണത്തിന് മുതിരുമോ, അത്തരത്തിലൊരു ആക്രമണത്തിന് മുതിർന്നാൽ ഇന്ത്യ എത്തരത്തിൽ പ്രതികരിക്കും എന്നുള്ളതൊക്കെയാണ് നമുക്ക് ഇനി അറിയാനുള്ളത്. ഇനി 12-ാം തീയതി വരെ, കൃത്യമായി പറഞ്ഞാൽ അടുത്ത തിങ്കളാഴ്ച, ഈ വരുന്ന തിങ്കളാഴ്ചയാണ് അടുത്ത DGMO തല ചർച്ച. DGMO തല ചർച്ചയിൽ ഇനി കൂടുതൽ തീരുമാനങ്ങളൊക്കെ ഉണ്ടായേക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സിന്ധു നദീജല കരാർ മരവിപ്പിച്ച നടപടികളടക്കം വീണ്ടും ചർച്ചയായേക്കും. കാരണം സിന്ധു നദിയിൽ നിന്നും ഒഴുകുന്ന ജലം എന്ന് പറയുന്നത് പാകിസ്ഥാന്റെ മർമ്മപ്രധാനമായ ചില പ്രദേശങ്ങളിലേക്കാണ്. ആ ജലം കൊണ്ടാണ് അവിടുത്തെ ഒരു ഭൂരിഭാഗം വരുന്ന പഞ്ചാബ് സിന്ധ് മേഖലകളിലെ കൂടുതൽ ജനങ്ങൾ ജീവിക്കുന്നത്. അല്ലെങ്കിൽ അതിൽ നിന്നുള്ള ആ ജലത്തിൽ നിന്നും കൃഷി നടത്തിയാണ് പല ജനങ്ങളും തീരുമാനിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു ജലം എത്താത്ത ഒരു സാഹചര്യത്തിൽ തീർച്ചയായും ഒരു ആഭ്യന്തര കലാപത്തിന് തന്നെ സാധ്യതയുണ്ടെന്നുള്ളത് പാകിസ്ഥാന് മുന്നിൽ കണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇനിയുള്ള ചർച്ചകൾക്ക് പാകിസ്ഥാൻ ഏറ്റവും പ്രധാനമായി മുന്നിൽ വെക്കുക എന്നുള്ളത് വെടിനിർത്തലിനൊപ്പം അല്ലെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കണം, അവിടെ സമാധാനം തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളത് സൂചിപ്പിക്കുന്നതിനോടൊപ്പം പാകിസ്ഥാൻ ആവശ്യപ്പെടുക സിന്ധു നദീജല കരാർ മരവിപ്പിച്ച നടപടി പിൻവലിക്കണം എന്നുള്ളതും കൂടി ആയിരിക്കും എന്നുള്ള സൂചനകൾ കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് വരും മണിക്കൂറുകളിലൊക്കെ എത്തരത്തിലായിരിക്കും ഇനി നീക്കങ്ങൾ ഉണ്ടാവുക എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. 12-ാം തീയതിയാണ് ഇനി അടുത്ത DGMO തല ചർച്ച വരുന്നത്. പാക് DGMOയും ഇന്ത്യയുടെ DGMOയും തമ്മിലുള്ള ഒരു ചർച്ച തന്നെയായിരിക്കും. ഇതിലൊരു മധ്യസ്ഥതയ്ക്ക് സാധ്യതയുണ്ടോ എന്നുള്ളത് അറിയാൻ സാധിച്ചില്ല. അല്ലെങ്കിൽ മധ്യസ്ഥതയ്ക്കായി മറ്റ് രാജ്യങ്ങൾ ഇതിൽ ഇടപെടുമോ എന്നുള്ളതൊന്നും നമുക്കിനിയും പറയാനായിട്ടില്ല. എന്നിരുന്നാലും ഈ ഒരു സാഹചര്യം അല്ലെങ്കിൽ യുദ്ധസമാനമായൊരു സാഹചര്യം ഇന്ത്യയിലും പാകിസ്ഥാനിലും അടക്കം ഉടലെടുത്തൊരു സാഹചര്യത്തിൽ പല രാജ്യങ്ങളും ലോകരാഷ്ട്രങ്ങളൊക്കെ ഓരോ പ്രധാനമായും ചില ചൈനയടക്കമുള്ള രാജ്യങ്ങൾ ആദ്യഘട്ടത്തിൽ പാകിസ്ഥാനൊപ്പം നിന്നെങ്കിലും അവസാന മണിക്കൂറുകളിലേക്ക് അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി ഒരു നിഷ്പക്ഷ നിലപാടാണ് ചൈനയടക്കം സ്വീകരിച്ചത്. മാത്രമല്ല ഇന്ത്യക്ക് വലിയ രീതിയിൽ പല രാജ്യങ്ങളിലും ലോകരാഷ്ട്രങ്ങളിൽ നിന്നും വലിയ രീതിയിൽ പിന്തുണ ലഭിക്കുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. വലിയ രീതിയിൽ ഈ ആയുധ ശേഖരമടക്കം ഈ ഇന്ത്യ മുന്നോട്ട് നടത്തിയേക്കും, അല്ലെങ്കിൽ ആയുധം വാങ്ങലടക്കം ഉണ്ടാകും എന്നുള്ളതൊക്കെ ആയിരുന്നു നമുക്കും അറിയാൻ സാധിച്ചിരുന്നത്. ഇതോടൊപ്പം തന്നെ പാകിസ്ഥാനും കൃത്യമായി പിന്തുണ നൽകി നിരവധി രാജ്യങ്ങളൊക്കെ ആ ഒരു സമയത്ത് അല്ലെങ്കിൽ ആദ്യഘട്ടത്തിൽ രംഗത്ത് വന്നിരുന്നു. നമ്മൾ തന്നെ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തതാണ് തുർക്കിയുടെ ഭാഗത്തു നിന്നും
തുർക്കിയുടെ വിമാനം പാകിസ്ഥാന്റെ വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തതായിട്ടൊക്കെ നമുക്കും വിവരങ്ങൾ ലഭിച്ചതാണ്. അല്ലെങ്കിൽ തുർക്കി ഇത്തരത്തിലൊരു ആയുധ കൈമാറ്റം പാകിസ്ഥാന് നടത്തി എന്നുള്ള തരത്തിലൊക്കെ നമുക്ക് ചില വിവരങ്ങളൊക്കെ ലഭിച്ചിരുന്നതാണ്. എന്നാൽ തുർക്കി അത് തുർക്കി അത് സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യമൊന്നും ഉണ്ടായിരുന്നില്ല. തുർക്കി വെടിനിർത്തൽ സ്ഥിരീകരിച്ച് ഇന്ത്യയും പാകിസ്ഥാനും ഇന്ന് വൈകിട്ട് 5 മണി മുതൽ കര, വ്യോമ, നാവികസേന നടപടികളെല്ലാം നിർത്തിവെക്കാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായി. 4 ദിവസത്തെ ആക്രമണത്തിനൊടുവിലാണ് വെടിനിർത്തലിന് ധാരണയായത്. 48 മണിക്കൂർ നീണ്ട ചർച്ചകൾക്ക് പിന്നാലെയാണ് വെടിനിർത്താൻ തയ്യാറായത്. തുടർ ചർച്ചകൾ അടുത്ത തിങ്കളാഴ്ച നടക്കും. പാകിസ്ഥാന് മേലെയുള്ള ആക്രമണം വിശദീകരിച്ച് സൈന്യം. പാകിസ്ഥാൻ നടത്തിയ കള്ളപ്രചാരണം ഇന്ത്യ പൊളിച്ചു. ഭീകരരുടെ ക്യാമ്പുകൾ തകർത്തു. S-400 ബ്രഹ്മോസ് മിസൈൽ അടക്കം എല്ലാം സുരക്ഷിതം. ഏത് സാഹചര്യത്തിലും